ഹലോ എവരിവൺ, എല്ലാവർക്കും AZ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ എക്സാം തീയതിയും ഡേറ്റും എല്ലാം അറിയിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനും കൂടിയായിരുന്നു അല്ലേ. ഡൽഹി പോലീസ് അടുത്തിടെ അവർ SSCയുടെ ഭാഗത്തു നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ ഇപ്പോൾ SSC നടത്തുന്ന ഡൽഹി പോലീസിന്റെ എക്സാമിനേഷന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ SI അല്ലെ, ഈ പറയുന്ന പോസ്റ്റുകളിലേക്കായിരുന്നു എന്ത് ചെയ്തത്, എക്സാമിനേഷനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡൽഹി പോലീസിന്റെ എക്സാമിനേഷൻ ആണ് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ ആയിരുന്നുള്ള ഈ പറഞ്ഞ SSCയുടെ എക്സാമിനേഷൻസിനകത്ത് എക്സാമിനേഷൻ സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറെ പേർക്ക് ഈ പറയുന്ന രീതിയിൽ കേരളത്തിന് വെളിക്ക് എക്സാമിനേഷൻ വന്നവരുണ്ട്. സ്വന്തം ഡിസ്ട്രിക്റ്റ് അല്ലാതെ തന്നെ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലെ മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷന് പോയി എഴുതിയിട്ടുള്ളവർ കാണും. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ കാണുമോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും മുഴുവനായിട്ടും കണ്ടിരിക്കാൻ ശ്രമിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ പറയുന്ന ഡൽഹി പോലീസിലേക്കുള്ള ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കുള്ള നോട്ടിഫിക്കേഷന് ഈ അടുത്തിടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. 22/9/2025 അത് ഡേറ്റ് ഓഫ് സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് 21/10 കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും 31-ാം തീയതി വരെ അവരെന്ത് ഡേറ്റ് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവരെ 31 വരെയൊക്കെ പറഞ്ഞ രീതിയിൽ അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡൽഹി പോലീസിലേക്കുള്ള ഡേറ്റുകളൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ തന്നിട്ടുള്ള ഡേറ്റുകളൊക്കെ ഒരുപാട് നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള തീയതിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന December 2025 January 2026 അല്ലേ. നിങ്ങൾക്കറിയാമായിരിക്കും ഈ പറയുന്ന എക്സാമിനേഷൻ ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിട്ട് അതിന് നോട്ടിഫിക്കേഷൻ മറ്റും വരുന്നു. ഒക്ടോബർ മാസം 31 വരെ തീയതി വരുന്നു. നവംബർ ഡിസംബർ പ്രധാനമായിട്ട് ജനുവരി മാസങ്ങളിലായിരിക്കണം 2026 ജനുവരി, അല്ലെങ്കിൽ ആ ജനുവരിയുടെ പകുതിയോടുകൂടി തന്നെ ആയിരിക്കും എക്സാമിനേഷൻ വരുന്നത്. കാരണം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ കൊണ്ട് തന്നെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, എക്സാമിനേഷൻ ഇച്ചിരി അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ടല്ലേ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഈ പറഞ്ഞ ജനുവരി മാസം പകുതിയോടുകൂടി തന്നെ ആയിരിക്കും ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് 18 മുതൽ 25 വയസ്സിലെ പ്രായമുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ പറയുന്ന ഒരു +2 കഴിഞ്ഞിട്ടുള്ളവർ വന്ന് നിൽക്കുന്നവരും, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ പറയുന്ന സേനയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യും, ഒരു ജോലിക്ക് കയറാൻ പറ്റുന്ന സാധ്യത അവിടെ തുറന്നു തരികയായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ BSF, CRPF, CSF പറയുന്ന GD എഴുതുന്ന ആളുകൾക്കും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനും കൂടിയാണ് ഈ പറയുന്ന ഡൽഹി പോലീസ് എന്നൊക്കെ പറയുന്നത്. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് തന്നെ എന്ത് പറ്റി ഈ പറയുന്ന എക്സാമിനേഷൻസ് ഒക്കെ എന്ത് പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലേ. ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത്, നിങ്ങൾ അപേക്ഷിച്ചിട്ട് കാണും അല്ലേ. മെയിൽ ആൻഡ് ഫീമെയിലേക്ക് അറിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, കേരളത്തിൽ പ്രധാനമായിട്ട് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവ പ്രദേശങ്ങളിലായിരിക്കും ഇപ്പോൾ എക്സാമിനേഷൻ സെന്റേഴ്സ് വരാൻ സാധ്യത എന്നുള്ളതാണ്. ഓക്കെ, അതായത് 1, 2, 3, 4, 5, 6, 7 അല്ലേ, 7ഓളം ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. 14 ജില്ലകൾ, പ്രധാനമായിട്ട് 7ഓളം ജില്ലകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അറിയുന്ന ഒരുപാട് പേരൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. ഈ പറയുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൊണ്ടായിരിക്കും ഡേറ്റ് എക്സ്റ്റെൻഡ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കം കാണില്ല. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ അടുത്തുള്ള സെന്റേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്ന എക്സാമിനേഷന് കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്. ഡൽഹിയിലായിരിക്കും ജോലികളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പോലീസ് സേനയിലേക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു യൂണിഫോം ജോലിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ. അറിയാം, ഈ അടുത്ത് വരുന്ന ഈ പറയുന്ന ഒരുപാട് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജോലികൾ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് പേരെ സ്വപ്നവും കൂടിയാണ് അല്ലേ. പത്രത്തിൽ ഈ പറയുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഓക്കെ, പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സിലബസുകൾ മനസ്സിലാക്കണം, ബേസ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എങ്ങനെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണമെന്നോ, ഒരു ചോദ്യത്തെ എങ്ങനെ എന്ത് അഭിമുഖീകരിക്കണമെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഗൈഡൻസ് അത്യാവശ്യമാണ്. നല്ലൊരു ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എക്സാമിനേഷനെ അപ്പിയർ ചെയ്യണം. അല്ലെങ്കിൽ പറയുന്ന ഒരു ടാർഗറ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, ഡൽഹി പോലീസ് എസ് ഐ ആയിക്കോട്ടെ, എക്സാമിനേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് AZB അക്കാഡമിയുടെ കൂടെ തന്നെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന SI CPO ഒക്കെ പുതിയ എക്സാമിനേഷനൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഡൽഹി പോലീസ് CPO ആയിക്കോട്ടെ, അതേപോലെ കോൺസ്റ്റബിൾ ആയിക്കോട്ടെ അല്ലെ, കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, ഹെഡ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ CP ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ജോലികളായിക്കോട്ടെ, ഈ പറഞ്ഞ എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകത പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അല്ലെ, ഡൗൺലോഡ് PDF നോട്ടുകളും ടോപ്പിക് വൈസ് റിവിഷനും, അതുപോലെ തന്നെ ഏറ്റവും ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്ത് പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോർഷനും കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ഈ പറയുന്ന ആപ്പോട് ബന്ധപ്പെട്ട കോഴ്സോട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളൊക്കെ എന്താണ് അറിയണം താല്പര്യമുള്ളവരാണെങ്കിൽ ഇരുന്ന ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷനോ നിങ്ങൾക്ക് മുന്നോട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ടുകാർ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് സജഷൻ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.